ഹായ് ഫ്രണ്ട്സ്. ജിമ്മിലും വീട്ടിലുമൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ പലർക്കും ഇഞ്ചുറീസ് വരാനുള്ള മെയിൻ കാരണം പ്രോപ്പറായിട്ട് വാമപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്. ഫുൾ ബോഡി വാമപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ജിമ്മിലായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലായിരിക്കാം വർക്കൗട്ട് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഇന്ന് നോക്കുന്ന ഈ വാമപ്പ് എക്സസൈസുകൾ വർക്കൗട്ടിന് മുൻപ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഞ്ചുറീസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് റിസ്റ്റ് റൊട്ടേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇടത് കൈ വെച്ചിട്ട് വലത് കൈ ഇത്തരത്തിൽ ഹോൾഡ് ചെയ്യുക. ദെൻ വലത് കൈ ഇത്തരത്തിൽ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം വളരെ സാവധാനത്തിൽ ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുക. 5 ടൈംസ് ക്ലോക്ക് വൈസും 5 ടൈംസ് ആന്റി ക്ലോക്ക് വൈസും. അതുപോലെ തന്നെ ഇടത് കൈയും ഇതേ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസ്റ്റിന്റെ ആ ഒരു മൂവ്മെന്റ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ എൽബോസിനുള്ള വാമപ്പ് ആണ്. എൽബോസ് വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം ഈ രീതിയിൽ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ, നമ്മുടെ കൈ ഫുള്ള് മൂവ് ചെയ്യുന്നില്ല. എൽബോസ് ഇത്തരത്തിൽ നിങ്ങളുടെ ബോഡിയോട് ചേർത്ത് പിടിക്കുക. ദെൻ ഈ ഒരു രീതിയിൽ നമ്മുടെ ഫോർ ആംസ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എൽബോ ജോയിന്റിന് മൂവ്മെന്റ് കിട്ടും. ഈ ഒരു മൂവ്മെന്റ് നിങ്ങൾ ഇത്തരത്തിൽ 5 ടൈംസ് പുറത്തോട്ടും അതുപോലെ തന്നെ 5 ടൈംസ് അകത്തോട്ടും മൂവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡേഴ്സിനുള്ള വാമപ്പ് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ രണ്ട് കൈയും നിങ്ങളുടെ കാലിന്റെ തുടയോട് ചേർത്ത് പിടിക്കുക. ഇത്തരത്തിൽ പിടിച്ചതിന് ശേഷം ഷോൾഡേഴ്സിനെ ഈ രീതിയിൽ പുറത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുക. വളരെ സാവധാനത്തിൽ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഈ രണ്ട് ഷോൾഡേഴ്സ് വെച്ചിട്ട് തന്നെ കൈ ഇങ്ങനെ ഉണ്ടോ ഇത്തരത്തിൽ ഉയർത്തി പുറത്തോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ 5 ടൈംസ് പുറത്തോട്ടും 5 ടൈംസ് അകത്തോട്ടും. അടുത്തായിട്ട് ചെയ്യേണ്ടത് കൈ ഇത്തരത്തിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഫോൾഡഡ് റൊട്ടേഷൻ ആണ്. ഇത് നമ്മൾ ഷോൾഡറിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ നിങ്ങളുടെ എൽബോസ് നേരെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. വളരെ സാവധാനത്തിൽ പുറകിലോട്ട് കൊണ്ടുപോയി വീണ്ടും തിരിച്ചു വരിക. അങ്ങനെ 5 ടൈംസ് ഫോർവേഡും 5 ടൈംസ് ബാക്ക്വേർഡും ചെയ്യുക. അടുത്തായിട്ട് ചെയ്യേണ്ടത് ഹാൻഡ്സിന്റെ ഫ്രീ റൊട്ടേഷൻ ആണ്. നിങ്ങൾ കൈ നല്ല റിലാക്സ്ഡ് ആക്കി ഇടുക. ദെൻ ഈ രീതിയിൽ ഫ്രീ ആയിട്ട് കൈ പിടിച്ചതിന് ശേഷം നേരെ മുകളിലോട്ട് കൊണ്ടുപോയി കണ്ടോ ഈ രീതിയിൽ ഇങ്ങനെ പുറകിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. ഇതും 5 ടൈംസ് ഈ രീതിയിൽ പുറകിലോട്ട് ഇങ്ങനെ 5 ടൈംസ് കൊണ്ടുപോയി ചെയ്യണം. അതോടൊപ്പം തന്നെ 5 ടൈംസ് തിരിച്ച് ഫ്രണ്ടിലോട്ടും ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ കൈ മാക്സിമം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ചെസ്റ്റ് ക്രോസ് ആണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇടത് കൈ ഈ രീതിയിൽ നിങ്ങളുടെ വലത് സൈഡിലോട്ട് ഇത്തരത്തിൽ പിടിക്കുക. വലത് കൈ വെച്ചിട്ട് കേട്ടോ, വലത് കൈ ഈ രീതിയിൽ വെച്ചിട്ട് ഇടത് കൈയുടെ ഓൾമോസ്റ്റ് ഈ ഒരു എൽബോ പോർഷൻ ഇവിടെ ആയിട്ട് ഇതിനിങ്ങനെ വെച്ച് മാക്സിമം നിങ്ങൾ ബോഡിയോട് ചേർത്ത് പിടിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൈ സ്ട്രെച്ച് ആകും. അങ്ങനെ ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത കൈയും എന്ത് ചെയ്യുക, നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ ഇടത് വശത്തോട്ട് ഈ രീതിയിൽ കൊണ്ടുപോവുക. നിങ്ങളുടെ ഇടത് കൈ വെച്ചിട്ടുണ്ടോ, ഇടത് കൈ വലത് കൈയുടെ എൽബോഡി ഓൾമോസ്റ്റ് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളുടെ ബോഡിയോട് ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരിക. ചെസ്റ്റ് ക്രോസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ
നിങ്ങളുടെ ഈ ഒരു പോർഷന്റെ ആ ഒരു സ്ട്രെച്ചിങ് ഫീൽ ചെയ്ത് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോർ ആംസിന്റെ സ്ട്രെച്ചസ് ആണ്. ഈ ഒരു പാർട്ടിന്റെ സ്ട്രെച്ചിങ്. അതിന് വേണ്ടി നിങ്ങൾ കൈ ഈ രീതിയിൽ മുന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ദെൻ അല്പം കൂടി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, നോർമലായിട്ട് കൈ ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരല്പം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങളുടെ ഇതിപ്പോൾ എൻ്റെ ഇടത് കൈയാണ്, നിങ്ങൾ വലത് കൈ വെച്ചിട്ട് കണ്ടോ ഈ 4 ഫിംഗേഴ്സിനെയും ഇങ്ങനെ പിടിച്ച് പുറകിലോട്ട് ഈ രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത കൈയും ജസ്റ്റ് നോർമലായിട്ട് വെച്ചു. ദെൻ അവിടെ എന്ത് ചെയ്യുക, ഒരല്പം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. ജസ്റ്റ് വെച്ചു, അവിടെ നിന്ന് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മറ്റേ കൈ കൊണ്ട് പുറകിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അടുത്തായിട്ട് ചെയ്യേണ്ടത് ഓവർ ഹെഡ് ഫോർ ആം സ്ട്രെച്ച് ആണ്. അതിന് വേണ്ടിയിട്ട് കൈ ഈ രീതിയിൽ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. ദെൻ മറ്റേ കൈ കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കൈയെ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റ് റൊട്ടേഷൻസ് ആണ്. അതിന് വേണ്ടി നിങ്ങളുടെ കാലുകൾ ചേർത്ത് വെക്കുക. ദെൻ കൈകൾ ചെസ്റ്റിന് മുൻപിലായിട്ട് ഈ രീതിയിൽ പിടിക്കുക. ഓക്കെ, ദെൻ അപ്പർ ബോഡി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പർ ബോഡി മാത്രമാണ് ട്വിസ്റ്റ് ചെയ്യേണ്ടത്. കാലുകൾ എന്ത് ചെയ്യണ്ട, തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കൈ ഇങ്ങനെ പിടിക്കുക, ദെൻ അപ്പർ ബോഡി മാത്രം ഈ രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ നെക്കിന് വേണ്ടിയുള്ള സ്ട്രെച്ചസ് ആണ് നോക്കുന്നത്. ആദ്യം സൈഡ് സ്ട്രെച്ചസ് നോക്കാം. ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡിലോട്ട് ഇങ്ങനെ കഴുത്തിന് പതുക്കെ ചരിച്ചു കൊടുക്കുക. ദെൻ ഇടത് കൈ വെച്ചിട്ട് തന്നെ ഉണ്ടോ ഇതിന് ചെവിയുടെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ച് പതുക്കെ ആ ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചരിച്ച് പിടിച്ചിരിക്കുക. വളരെ ലൈറ്റായിട്ടാണ് കൈ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഫുൾ പ്രഷർ എടുത്ത് കൈ എന്ത് ചെയ്യരുത്, ടൈറ്റ് ചെയ്ത് കഴുത്തിന് അങ്ങോട്ട് കൊണ്ടുപോകരുത്, പ്രസ് ചെയ്ത് കൊണ്ടുപോകരുത്. വളരെ ലൈറ്റായിട്ട് ഈ രീതിയിൽ ഇങ്ങനെ പിടിച്ചൊരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലോട്ടും സെയിം രീതിയിൽ ചെയ്യുക. കഴുത്ത് ഈ രീതിയിൽ റൈറ്റ് സൈഡിലോട്ട് തിരിച്ചു കൊടുക്കുക. ദെൻ റൈറ്റ് ഹാൻഡ് വെച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് ഒക്കെ ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഇത് നമുക്ക് നോക്കേണ്ടത് ഫ്രണ്ട് റൊട്ടേഷൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് കഴുത്ത് ഒരു സൈഡിലോട്ട് തിരിക്കുക. ദെൻ നിങ്ങൾ ചിഹ്നം നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ ചിഹ്നം ഇങ്ങനെ നിങ്ങളുടെ ചെസ്റ്റിനടുത്തൂടെ ഇതുപോലെ കൊണ്ടുപോയി അടുത്ത സൈഡിലോട്ട് പോവുക. അതുപോലെ തന്നെ തിരിച്ചും കറങ്ങി വരിക. ഇനി നമുക്ക് ബാക്ക് റൊട്ടേഷൻസ് നോക്കാം. അതിനുവേണ്ടി കഴുത്ത് ഒരു സൈഡിലോട്ട് ജസ്റ്റ് ചരിച്ച് പിടിക്കുക. ദെൻ പുറകിലൂടെ ഈ ഒരു രീതിയിൽ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫുൾ നെക്ക് റൊട്ടേഷൻ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറകിലൂടെ പോയി ദെൻ അടുത്ത സൈഡിലൂടെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് അതേ സ്ഥലത്ത് വരുവാ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. കഴുത്ത് ഇതിൽ സൈഡ് ചരിച്ച് പിടിക്കുക. ദെൻ പുറകിലൂടെ സ്റ്റാർട്ട് ചെയ്ത് അടുത്ത സൈഡിലെത്തി അവിടുന്ന് നേരെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പോയിന്റിൽ ഒന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ പുറകിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം സൈഡ് വഴി ഇങ്ങനെ നോക്കി പുറകിലൂടെ നോക്കി നിങ്ങൾ ഇങ്ങനെ കറക്കി എടുക്കുവാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ആ ഒരു റൊട്ടേഷൻ ലഭിക്കും. അതുപോലെ തന്നെ തിരിച്ച് റിവേഴ്സും ചെയ്യാം.
ഇനി നമ്മൾ ചെയ്യുന്ന വാമപ്പിന്റെ പേര് ആം ക്രോസ് സൈഡ് സ്ട്രെച്ചസ് എന്നാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഇത്തരത്തിൽ മടക്കി ലെഫ്റ്റ് സൈഡിൽ പുറകിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേസ് ചെയ്യുക. കണ്ടോ, ഈ രീതിയിൽ കൈ ഇങ്ങനെ കൈപ്പത്തി പ്ലേസ് ചെയ്യുക. നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് ഹാൻഡിന്റെ എൽബോ ഈ രീതിയിൽ പിടിക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് ഇത്തരത്തിൽ മടക്കി ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡിന്റെ പുറകിലായിട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യുക. ദെൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് റൈറ്റ് എൽബോ ഈ രീതിയിൽ പിടിക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ കാലുകൾ ചേർത്ത് വെച്ചിരിക്കുക. സൈഡിലോട്ട് ഇത്തരത്തിൽ സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തതിനു ശേഷം കണ്ടോ, കൈ റിലീസ് ചെയ്ത് ഇത് റൈറ്റ് ഹാൻഡ്, നിങ്ങൾ റൈറ്റ് ഹാൻഡ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ലെഫ്റ്റ് ഹാൻഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഒരല്പം ഒന്ന് അങ്ങോട്ട് പുള്ള് ചെയ്ത് പിടിക്കുക. അതേ രീതിയിൽ തന്നെ ലെഫ്റ്റ് ഹാൻഡ് നിങ്ങൾ റൈറ്റ് സൈഡിൽ പുറകിൽ റൈറ്റ് സൈഡിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ദെൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് എൽബോയുടെ സൈഡിൽ ഇതുപോലെ പിടിച്ച് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. ദെൻ ലെഫ്റ്റ് ഹാൻഡ് ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് റൈറ്റ് ഹാൻഡ് കൊണ്ട് അങ്ങോട്ട് പുള്ള് ചെയ്ത് പിടിക്കുക. ഓരോ സ്ട്രെച്ചസും 5 സെക്കൻഡ്സ് വീതം ഹോൾഡ് ചെയ്യുക. ഇനിയുള്ള വാമപ്സ് ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആദ്യം നമുക്ക് ഹിപ്പ് റൊട്ടേഷൻസ് നോക്കാം. നിങ്ങൾ 2 കൈകളും നിങ്ങളുടെ ഹിപ്പിന്റെ 2 സൈഡിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുക. കാലുകൾ ചേർത്ത് പിടിക്കുക. ദെൻ ഹിപ്പ് ഒരു സൈഡിൽ നിന്ന് ഉണ്ടോ ഇവിടെ നിന്ന് സൈഡിലോട്ട് കൊണ്ടുപോയി നേരെ ഫ്രണ്ടിലോട്ട് വന്ന് കറങ്ങി അടുത്ത സൈഡ് പുറകിലോട്ട് പോയി തിരിച്ച് ഈ രീതിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ റിവേഴ്സും റൊട്ടേറ്റ് ചെയ്യുക. ഇനി നമ്മൾ നമ്മുടെ നീസിന് വേണ്ടിയുള്ള റൊട്ടേഷൻസ് ആണ്. കാലുകൾ ചേർത്ത് വയ്ക്കുക. നിങ്ങളുടെ കാൽമുട്ടിൽ നീസിൽ കൈ ഇങ്ങനെ കൈപ്പത്തി ചേർത്ത് വയ്ക്കുക. ദെൻ ലെഫ്റ്റ് ടു റൈറ്റ് 5 ടൈംസ് റൊട്ടേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് ടു ലെഫ്റ്റും റൊട്ടേറ്റ് ചെയ്യുക. സാവധാനം ഇതുപോലെ ഇരുന്ന് പതുക്കെ എണീക്കുക. ഹിപ്പിനും നീസിനുമുള്ള വാമപ്പിന് ശേഷം നമ്മളിനി ആംഗിൾസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഒരു കാല് ഉയർത്തി പിടിക്കുക. ഇങ്ങനെ ഉയർത്തി പിടിച്ചതിന് ശേഷം ഈ വിരലുകൾ ഈ രീതിയിൽ മുകളിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പിടിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് മുകളിലോട്ട് ബെൻഡ് ചെയ്ത് പിടിച്ചാൽ അത്രയും നല്ല രീതിയിൽ നിങ്ങൾക്ക് ആംഗിൾസിനെ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. 5 ടൈംസ് ക്ലോക്ക് വൈസും 5 ടൈംസ് ആന്റി ക്ലോക്ക് വൈസും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ആംഗിൾ റൊട്ടേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ബാലൻസ് പോകുന്നുണ്ടെങ്കിൽ വോളിലോ ചെയറിലോ കൈ വെച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ലെഗ് സ്ട്രെച്ചസ് ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കാല് ഈ രീതിയിൽ ഉയർത്തി പുറകിലോട്ട് മടക്കി പിടിക്കുക. ഓക്കെ, 2 കൈകൾ കൊണ്ടും ആ കാലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് പിടിക്കുക. പിടിച്ച് പുറകിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോവുക. തല മുകളിലോട്ട് നോക്കി ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത കാലം ചെയ്യുക. ഇപ്പൊ നമ്മൾ ലെഗ്സിന്റെ പുറകിലോട്ടാണ് സ്ട്രെച്ച് ചെയ്തത്. ഇനി നമുക്ക് ഫ്രണ്ട് സ്ട്രെച്ചസ് നോക്കാം. കാല് നേരത്തെ ചെയ്ത പോലെ തന്നെ കാല് ഉയർത്തി പിടിക്കുക. ദെൻ നിങ്ങളുടെ കാൽ മുട്ടിൽ കൈ ഇങ്ങനെ പിടിച്ച് മാക്സിമം നിങ്ങളുടെ ചെസ്റ്റിന് അടുത്തോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യുക. 5 സെക്കൻഡ്സ് വീതം ഓരോ കാലും ഇതുപോലെ ഹോൾഡ് ചെയ്യാം.
ഇനി നമ്മൾ നോക്കുന്നത് ടോ ടച്ചസ് ആണ്. ഇത്തരത്തിൽ കാല് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നിങ്ങൾക്ക് എത്ര വൈഡായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം സ്ട്രെച്ച് ചെയ്താൽ മതിയാവും. സ്ട്രെച്ച് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ ഇടത് ടോസിലും ഇടത് കൈ വലത് ടോസിലും ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ടച്ച് ചെയ്യാം. അതുപോലെ ഇതേ പൊസിഷനിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫ്ലോർ ടച്ചസ് പ്രാക്ടീസ് ചെയ്യാം. അതിൽ 1, 2, 3 ബെൻഡ് എന്നുള്ള 3 സ്റ്റെപ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ കൈ മാക്സിമം ഫ്രണ്ടിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. രണ്ടാമത് മാക്സിമം പുറകിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ദെൻ നേരെ കൈ എടുത്ത് ഇത്തരത്തിൽ ഇങ്ങനെ ശക്തമായിട്ട് പുറകിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ കാൽ കുറച്ചുകൂടെ സ്ട്രെച്ച് ആകും. ഇന്ന് നമുക്ക് നമ്മുടെ ഹാംസ്ട്രിങ്സിന് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചസ് ആണ്. നിങ്ങൾ ഒരു കാൽ ഇത്തരത്തിൽ ഫ്രണ്ടിലോട്ട് വയ്ക്കുക. ദെൻ പുറകിലിരിക്കുന്ന കാല് ഇങ്ങനെ താഴോട്ട് ബെൻഡ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ, രണ്ട് കൈകളും ഫ്രണ്ടിലിരിക്കുന്ന കാലിൻ്റെ മുട്ടിലായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ദെൻ ഈ രീതിയിൽ ഒരു 5 ടൈംസ് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് മുകളിലോട്ട് മൂവ്മെൻറ്റ്സ് കൊടുക്കുക. അതുപോലെ തന്നെ നേരെ തിരിഞ്ഞ് അടുത്ത കാല് ഫ്രണ്ടിലോട്ട് ബെൻഡ് ചെയ്യുക. പുറകിലത്തെ കാല് താഴോട്ട് ഇങ്ങനെ കൊണ്ടുപോയി 5 ടൈംസ്. അത് റിപ്പീറ്റ് ചെയ്യുക. ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഫുൾ ബോഡി വാം അപ്പ് സെഷൻ അവസാനിപ്പിക്കുന്നത്. കാലുകൾ ചേർത്ത് വയ്ക്കുക. നിങ്ങളെ കൈകൾ മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. മുകളിലോട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നതിനനുസരിച്ചിട്ട് മാക്സിമം നിങ്ങൾ ശ്വാസം അകത്തോട്ട് എടുക്കുക. ദെൻ അവിടെ ആ ബ്രീത്ത് ഹോൾഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാജുവലി കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. കൊണ്ടുവരുന്നതനുസരിച്ചിട്ട് ശ്വാസം പുറത്തോട്ട് വിടുക. ശ്വാസം അകത്തോട്ട് എടുക്കുന്നതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാലിന്റെ ഉപ്പൂറ്റി ഉയർത്തി കൊടുക്കാവുന്നതാണ്. ശ്വാസം പുറത്തോട്ട് വിടുന്നതനുസരിച്ചിട്ട് ഗ്രാജുവലി ഉപ്പൂറ്റി താഴെ കൊണ്ടുപോവുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപക്ഷെ അവർക്ക് ജിമ്മിലോട്ടോ അല്ലെങ്കിൽ വീട്ടിൽ മറ്റ് വർക്കൗട്ട്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ജസ്റ്റ് ഈ ഫുൾ ബോഡി വാർമപ്പ് ഡെയിലി ചെയ്യുന്നത് തന്നെ അവരുടെ ബോഡി ഹെൽത്തി ആയിട്ട് നിലനിർത്താനായിട്ട് അവരെ സഹായിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. അതിൽ ബൈ ബൈ.